സംസ്ഥാനത്ത് എലിപ്പനി പടരുന്നു. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ 121 എലിപ്പനി മരണം സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ 102 പേരുടെ മരണം എലിപ്പനി മൂലമെന്ന് സംശയിക്കുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയും എലിപ്പനിയാണ്. സംശയ പട്ടികയിലെ മരണങ്ങൾ കൂടി ചേർത്താൽ 2021 മുതൽ 822 പേരാണ് എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. പ്രളയമുണ്ടായ 2018 പോലും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 32 പേർ മാത്രമാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. എലിപ്പനിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ മാർഗവും ചികിത്സയുമുണ്ട്. എന്നിട്ടും രോഗക്കണക്ക് ഉയരുന്നതിന്റെ കാരണം താഴെത്തട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിരീക്ഷണത്തിലുമുള്ള പോരായ്മയാണ്. ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യമായി ഉണ്ടായില്ല. ഇതിനു പുറമെ പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കുവാനുള്ള നിർദ്ദേശം ഫലപ്രദമായ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. പല കേസുകളിലും എലിപ്പനി സ്ഥിരീകരിക്കുന്നത് രോഗി അതിഗുരുതരാവസ്ഥയിലെത്തുമ്പോഴാണ്. എലിപ്പനി ബാധിച്ചാൽ വളരെ വേഗം ആന്തരിക അവയവങ്ങളെ ബാധിക്കും. അതിനാൽ നേരത്തെ രോഗം കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.